മക്കളെ, നമ്മൾ ഇന്ന് പുതിയ കെമിസ്ട്രി ചാപ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കും അല്ലെ, ആറ്റംസും മോളിക്യൂൾസും. പക്ഷെ ഇത് എന്താന്ന് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റം എന്താണ്? ഒരു മോളിക്യൂൾ എന്താണെന്ന് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കുറെ പിക്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ആറ്റംസിന്റെ മോളിക്യൂൾസിന്റെ ഒക്കെ പിക്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതെങ്ങനെയാണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാന് പല പല മെറ്റീരിയൽസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, പലതും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണെന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. ആറ്റംസ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ ഒരു കമ്പൈൻഡ് ഫോം ആണ് നമ്മൾ കാണുന്ന പല മാറ്ററും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പം എന്താണ് ഒരു മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മാറ്റർ എന്താടാ? മാറ്ററിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് a thing which occupies in സ്പേസില് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സാധനത്തിന് നിൽക്കാന് അതിന് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റർ എന്നാ വിളിക്കുക. ഓൾസോ മാറ്റർ ആവണമെങ്കിൽ അതിന് ഒരു ഡെഫിനിറ്റ് മാസും ഉണ്ടായിരിക്കണം. അപ്പൊ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെഫിനിറ്റ് മാസ് ഉള്ള ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമുള്ള, ഓക്യുപ്പൈസ് ഇൻ സ്പേസ്, എന്തിനേയും നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഒരു മാറ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പം മാസ് ഉള്ള, ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് വേണ്ട എല്ലാറ്റിനെയും നമ്മൾ എന്താണ് മക്കളെ വിളിക്കുന്നത്? നമ്മൾ മാറ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാനൊരു മാറ്റർ ആണ്, നിങ്ങളൊരു മാറ്റർ ആണ്, എന്റെ കയ്യിലിരിക്കുന്ന പേന ഒരു മാറ്റർ ആണ്, മൊബൈൽ ഫോൺ ഒരു മാറ്റർ ആണ്. ഇതിനൊക്കെ ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് വേണ്ടേ? പോരാത്തതിന് അതിനൊക്കെ ഒരു മാസ് ഇല്ലേടാ. അപ്പൊ മാസ് ഉള്ള, നിൽക്കാൻ സ്ഥലം വേണ്ട എല്ലാറ്റിനെയും നമ്മള് മാറ്റർ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഓൾസോ മാറ്റർ ഏതൊരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസും മോളിക്യൂൾസ് ഒക്കെ വെച്ചിട്ടാണ്. ഓക്കെ ഞാൻ ചെറുപ്പത്തിലൊന്നും അങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നില്ല. കുറെയൊക്കെ ഗ്രോ ചെയ്തു, കെമിസ്ട്രി ഒക്കെ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ ആറ്റംസ് എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു മെറ്റീരിയൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഈ കാണുന്ന പേന എന്ന് പറയുന്ന സാധനം കാണുന്നുണ്ടെങ്കിലും ഇതിനകത്ത് എന്തൊക്കെ വസ്തുക്കൾ ഉണ്ട്, എന്തൊക്കെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഇതിനകത്ത് ഉണ്ട് എന്നൊക്കെ ഞാൻ കുറെയൊക്കെ ഗ്രോ ചെയ്തതിന് ശേഷമാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. ഓൾസോ നിങ്ങളും അങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് ഒരു ചോക്ക് പീസ് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ ക്ലാസ് റൂമിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോക്ക് പീസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ ചോക്ക് പീസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്? ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചോക്ക് പീസ് ഞാൻ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, പൊട്ടിച്ചു, പിന്നെയും പൊട്ടിച്ചു, അങ്ങനെ ഒരുപാട് വട്ടം പൊട്ടിച്ചപ്പം എനിക്ക് ചോക്ക് പൗഡർ ആയിട്ട് കിട്ടി അല്ലെ. ചോക്ക് പൗഡർ ആയി അല്ലെ. അപ്പൊ ചോക്ക് പീസ് കുറേ വട്ടം ക്രഷ് ചെയ്ത് പൊട്ടിച്ചപ്പോ എനിക്ക് ചോക്ക് പൗഡർ കിട്ടി അല്ലെ. ചോക്ക് പീസ് ചോക്ക് പൗഡർ ആയിട്ട് കിട്ടി. ആ ഒരു ചോക്ക് പൗഡറിനെ ഇനി എനിക്ക് പൊട്ടിക്കാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ അതിനെ ഇനിയും എനിക്ക് ചെറുതാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സാധനത്തിനെ അല്ലെങ്കിൽ ഒരു മാറ്ററിനെ നമ്മൾ അതിന്റെ മാക്സിമം എന്ത് ചെയ്യുക? നന്നായിട്ട് ഏറ്റവും സ്മോളസ്റ്റ് ആക്കി കഴിഞ്ഞാൽ അതായിരിക്കും എന്തടാ? അതിന്റെ ആറ്റം. ഓക്കെ, ഒരു മാറ്ററിനെ നമ്മൾ പൊടിച്ച് ഏറ്റവും സ്മോളസ്റ്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആറ്റം. നമ്മൾ ഇതിനെ കെമിസ്ട്രിയിൽ ആറ്റം എന്നാണ് വിളിക്കുന്നത്. അങ്ങനത്തെ ആറ്റംസ് ചേർന്നിട്ടാണ് എന്തുണ്ടാവുക? കുറെ ആറ്റംസ് ചേർന്ന് കഴിഞ്ഞാല് നമുക്ക് മോളിക്യൂൾസും കിട്ടും. സോ അത് തന്നെയാണ് നമ്മുടെ ചാപ്റ്റർ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ഒരു മാറ്ററിനെ നമ്മൾ ഏറ്റവും മൈന്യൂട്ട് ആക്കി, ഏറ്റവും ഫൈനസ്റ്റ് ആക്കി, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, എത്ര ചെറുതാക്കി ഡിവൈഡ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ആറ്റം എന്ന് വിളിച്ചത്. ആൻഡ് ആറ്റംസിന്റെ ഒരു കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ആണ് എന്ത്? മോളിക്യൂൾസ്. കുറെ ആറ്റംസ് ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു ആറ്റം എന്താണ്, ഒരു മോളിക്യൂൾ എന്താണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ ഇല്ലാതെ കെമിസ്ട്രി ഇല്ല. ഓക്കെ, നമ്മൾ കാണുന്ന നമ്മളെ ഡെയിലി ലൈഫിൽ എപ്പോഴും കാണുന്ന മെറ്റീരിയൽസ് ഓർ മാറ്റർ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്.
ആൻഡ് ഓൾസോ നമ്മൾ കാണുന്ന നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന എയർ ഇല്ലേടാ, ഓക്സിജൻ അല്ലേടാ. ഓക്സിജൻ എന്ന് പറയുന്നതും ഒരു മാറ്റർ ആണ്. ഓക്സിജന് ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് വേണ്ടേ, അതിന് മാസ് ഉണ്ടല്ലോ. സോ ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു മാറ്റർ ആണ്. ഓക്സിജനിൽ എന്തുണ്ട്? ആറ്റം ഉണ്ട്, ഓക്സിജന്റെ മോളിക്യൂൾ ഉണ്ട്. ആൻഡ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേടാ. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു മാസ് ഉണ്ട്, ഡെഫിനറ്റ് മാസ് ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിന് സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യാൻ കുറച്ച് സ്പേസ് വേണം ഇടാ. സോ അത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു മാറ്റർ ആണ്. ഇങ്ങനെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഒരു സാധനത്തിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും മൈന്യൂട്ട് ഫോമിനെ പറയുന്ന പേരാണ് എന്ത്? ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് ദി ചാപ്റ്റർ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് ലൈക്ക് എങ്ങനെയാണ് ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു മെറ്റീരിയൽ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ ഞാൻ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏജിലാണ് ഞാനിത് ചിന്തിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഒരു സാധനം കിട്ടുമ്പം അതെന്തായിരിക്കും? ഈ പെന്ന് ഞാൻ ഒരുപാട് വട്ടം പീസസ് ആക്കി കഴിഞ്ഞാൽ ഏറ്റവും ചെറുതായി കിട്ടുന്ന ഒരു പോർഷൻ, ഏറ്റവും ചെറുതായി കിട്ടുന്ന ഒരു പാർട്ട്, അതാണല്ലേ എന്റെ ആറ്റം, അതാണല്ലേ എന്റെ ആറ്റം. ആൻഡ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട് ആൻഷ്യന്റ് ആയിട്ടുള്ള ഇന്ത്യൻ ആൻഡ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഒക്കെ ഇതിനെപ്പറ്റി എന്ത് ചെയ്യുമായിരുന്നു? എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു? അവര് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. കുറെ പഴയ ആൾക്കാര്, നമുക്ക് കുറെ ജനറേഷൻസിന് മുമ്പുള്ള ആൾക്കാര് ഇതൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഒബ്സർവ് ചെയ്തിട്ട് ഇതിലൊക്കെ എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണ് അല്ലെ ഇന്നത്തെ കെമിസ്ട്രി ആയിട്ട് മാറിയത് അല്ലെ. ഇന്ന് വലിയൊരു ബ്രാഞ്ച് ആയിട്ട് മാറിയിരിക്കുന്നത് അന്ന് പഴയ കാലം മുതലേ ആൾക്കാര് തിങ്ക് ചെയ്ത് ഒബ്സർവ് ചെയ്ത് നമ്മളിപ്പോ എന്ത് ചെയ്യാണ്? അതിനെ സയന്റിഫിക് ആക്കി എന്ത് മാറ്റുകയാണ്? എന്ത് മാറ്റുകയാണ്? അവരുടെ കോൺസെപ്റ്റ്സ് ഒക്കെ അവര് പലതും പറഞ്ഞു തന്നത് നമ്മൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ്? എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാണ് അല്ലെ. സോ ആൻഷ്യന്റ് ആയിട്ടുള്ള ഇന്ത്യൻ ആൻഡ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് അവര് സയന്റിസ്റ്റ് ആയിരുന്നില്ല, അവര് ഫിലോസഫേഴ്സ് ആയിരുന്നു. അവരിങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കാം, ഇതെങ്ങനെയാ ഉണ്ടായത്, അതെങ്ങനെയാ ഉണ്ടായത്, എർത്ത് എങ്ങനെയാ ഫോം ചെയ്തത്, സ്കൈ എങ്ങനെയാ ഫോം ചെയ്തത്, കുറെ സ്റ്റാർസ് എങ്ങനെയാ ഫോം ചെയ്തത്, എങ്ങനെയാണ് ഇവർക്ക് ഹ്യൂമൻ ബീയിങ്സുമായിട്ട് ഇവരുടെ റിലേഷൻ എന്താണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അല്ലെ. അവരെന്ത് ചെയ്ത് എങ്ങനെയാണ് അൺനോൺ ആൻഡ് അൺസീൻ ഫോം ഓഫ് മാറ്റർ, നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ആറ്റംസ് എന്ന് പറയുന്ന അത്രയും മൈന്യൂട്ട് ആണ് അല്ലെ, അത്രയും ചെറിയൊരു ഫോമാണ്, നമുക്ക് നേക്കഡ് ആയി വെച്ച് അതിനെ കാണാൻ പറ്റില്ല കേട്ടോ. സോ അങ്ങനെ ഈ അൺനോൺ ആയിട്ടുള്ള അൺസീൻ ആയിട്ടുള്ള ഫോംസിനെ പറ്റിയൊക്കെ ആര് ചിന്തിക്കുമായിരുന്നു? ആൻഷ്യൻ ഇന്ത്യൻ ആൻഡ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഒക്കെ ചിന്തിക്കുമായിരുന്നു. എന്നിട്ട് ലോങ് ബാക്ക് ഇൻ ഇന്ത്യ അറൌണ്ട് 500 BC-യിലായിരുന്നു ഈ ഡിവിസിബിലിറ്റി ഓഫ് മാറ്ററിനെ പറ്റി അവര് എന്ത് ചെയ്തോണ്ടിരുന്നത്? ഐഡിയ ഉണ്ടായി വന്നിരുന്നത്. ഓക്കെ, അവരിതിനെ പറ്റി തിങ്ക് ചെയ്തത് 500 BC ആയിരുന്നു അല്ലെ. ആൻഡ് ഇന്ത്യൻ ഫിലോസഫർ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹർഷി കണാദ മഹർഷി, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു വലിയൊരു ആരായിരുന്നു? ഇന്ത്യൻ ഫിലോസഫേഴ്സ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ മോഡേൺ സയന്റിസ്റ്റ് ഈ ആറ്റംസിന്റെ വലിയ വലിയ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തുന്നതിന് മുമ്പേ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആറ്റത്തിനെ പറ്റി എന്ത് വെച്ചിട്ടുണ്ടായിരുന്നു? അവര് ആറ്റം എന്ന് വിളിച്ചില്ല, ആറ്റം എന്നുള്ള പേരിട്ട് അവര് വിളിച്ചില്ല, പക്ഷെ അവര് ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെങ്ങനെയാണ്? ഇദ്ദേഹം ഒരു ടീച്ചർ ആയിരുന്നു. അവരുടെ സ്റ്റുഡൻസ് ആയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു? പഴയ കാലത്തുള്ള ടീച്ചർ സ്റ്റുഡന്റിനെ പോലെ അവര് സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു, ഇങ്ങനെ ഒരു സാധനത്തെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് പദാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാറ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സ്മോളർ ആൻഡ് സ്മോളർ പാർട്ടിക്കിൾസ് കിട്ടുന്ന കണാദ മഹർഷി ഇന്ത്യൻ ഫിലോസഫർ ആണല്ലേ. നമ്മള് പ്രൗഡ് ആവണം അല്ലെ, ഇന്ത്യൻ ഫിലോസഫർ ആയിരുന്നു അദ്ദേഹം. ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ പറയുമായിരുന്നു, നമ്മളൊരു മാറ്ററിനെ ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും? ഏറ്റവും സ്മോളർ ആൻഡ് സ്മോളർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൾട്ടിമേറ്റ്ലി അതൊരു സ്റ്റേജിലെത്തും. നമ്മൾ കുറെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാല് അൾട്ടിമേറ്റ്ലി ഒരു സ്റ്റേജിലെത്തും നമുക്ക് ഏറ്റവും സ്മോളർ ആൻഡ് സ്മോളർ ആയിട്ട് പിന്നെ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആവും. ഫർദർ ഡിവിഷൻ വിൽ നോട്ട് ബി പോസിബിൾ. നമുക്ക്
ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാർട്ടിക്കിൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിവിഷൻ പോസിബിൾ ആണോ? അല്ല അല്ലെ? അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പോർഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ചെറുതായി കഴിഞ്ഞു, ഇനി അതിന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജ് എത്തുന്നതാണ് ആര് പറഞ്ഞത്? ഇന്ത്യൻ ഫിലോസഫർ ആയിട്ടുള്ള കണാദ മഹർഷി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ പാർട്ടിക്കിൾസിനെ അദ്ദേഹം വിളിച്ചൊരു പേരുണ്ടായിരുന്നു. അദ്ദേഹം ആറ്റം എന്നല്ല വിളിച്ചത്. കണാദ മഹർഷി ആ പാർട്ടിക്കിളിനെ പരമാണു എന്നാണ് വിളിച്ചത്. ഓക്കെ, പരമാണു, ഏറ്റവും ചെറുതായിട്ടുള്ള അണു എന്നൊക്കെ പറയില്ലേ നമ്മള്? അണു എന്ന് പറഞ്ഞാൽ എന്താ? അണു എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ? ചെറുത്. അപ്പം കണാദ മഹർഷി ആ പാർട്ടിക്കിളിനെ വിളിച്ച പേരെന്താടാ? പരമാണു എന്നാ വിളിച്ചത്. പരമാണു എന്നാണ് കണാദ മഹർഷി വിളിച്ചത്. അദ്ദേഹം ആറ്റം എന്നൊന്നും വിളിച്ചില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? നമ്മള് മാറ്ററിനെ കുറേ വട്ടം ഡിവൈഡ് ചെയ്ത് പോയിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാല് ഒരു സ്റ്റേജ് എത്തുമ്പം ഫർദർ ഡിവിഷൻ ഇസ് നോട്ട് പോസിബിൾ അല്ലെ? ഇനി ഒരു ഡിവിഷൻ പറ്റില്ല എന്നുള്ള സ്റ്റേജിൽ അത്രയും മൈന്യൂട്ട് ആയിട്ട്, അത്രയും സ്മോളസ്റ്റ് ആയിട്ടൊരു പാർട്ടിക്കിൾ കിട്ടും. ആ പാർട്ടിക്കിളിനെ അദ്ദേഹം വിളിച്ച പേരാണ്, എന്താ വിളിച്ചത് കണാദ മഹർഷി? പരമാണു. ഓക്കെ. അങ്ങനെ വേറൊരു ഇന്ത്യൻ ഫിലോസഫർ ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് പകുത്ത കട്ടിയാമ. ഓക്കെ, അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റിനെ എന്ത് ചെയ്തു? ഇലാബറേറ്റ് ചെയ്തിട്ട് എന്ത് പറഞ്ഞു? ഈ പാർട്ടിക്കിൾസ് normally exist in a combined form which gives us various forms of matter. ഇദ്ദേഹം എന്താ പറഞ്ഞത്? കണാദ മഹർഷി പറഞ്ഞു നമ്മൾ ഒരു പാർട്ടിക്കിളിനെ അല്ലെങ്കിൽ ഒരു മാറ്ററിനെ ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് പരമാണു എന്ന് പറയുന്ന ഒരു ഫോം കിട്ടും അല്ലെ? പരമാണു, ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പരമാണു എന്ന് പറയുന്ന ഒരു ഫോം കിട്ടും അല്ലെ? ഇദ്ദേഹം എന്താ പറയുന്നത്? ദീസ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? എക്സിസ്റ്റ് ഇൻ എ കമ്പൈൻഡ് ഫോം. ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ കുറെ പരമാണുക്കൾ കുറെ പാർട്ടിക്കിൾസ് കോമ്പിനേഷൻ ആയിട്ട്, കമ്പൈൻഡ് ഫോമിലായിട്ട് നിന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? which gives us various forms of matter. നമുക്ക് എന്ത് കിട്ടാടാ? മാറ്റർ കിട്ടാം. കണാദ മഹർഷി പറഞ്ഞ സെയിം സാധനം തന്നെ എന്ത് ചെയ്തു? റിവേഴ്സ് ആയിട്ട് പറഞ്ഞല്ലേ? റിവേഴ്സ് അടിച്ച് പറഞ്ഞു. അതായത് കണാദ മഹർഷി പറഞ്ഞത് ഒരു മാറ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരമാണു എന്ന് പേരുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ കിട്ടും അല്ലെ? ആൻഡ് ഇദ്ദേഹം എന്താ പറഞ്ഞത്? ഈ മാറ്ററിന്റെ ഈ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഫോംസ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് കിട്ടുന്നത്? വേരിയസ് ഫോംസ് ഓഫ് മാറ്റർ കിട്ടുന്നത് അല്ലെ? ഈ ചെറിയ പാർട്ടിക്കിൾസ് കുറെ എണ്ണം കൂടിയിട്ടാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ ഏറ്റവും ചോക്കിനെ നമ്മൾ പൗഡർ ചെയ്തു അല്ലെ? ഏറ്റവും ചെറിയൊരു ചോക്കിന്റെ പൗഡർ കിട്ടി അല്ലെ? ഏറ്റവും ചെറുത് കിട്ടി. ആ പൗഡർ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് കിട്ടുന്നത്? ചോക്ക് പീസ് കിട്ടുന്നത്. അത്രേ ഉള്ളൂ കേട്ടോ. ആ പൗഡർ ഒക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ചോക്ക് പീസ് കിട്ടുന്നത്. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇദ്ദേഹവും എന്തായിരുന്നു? ഒരു ഇന്ത്യൻ ഫിലോസഫർ ആയിരുന്നു. ഓക്കെ, ആൻഡ് അറൌണ്ട് ദ സെയിം എറ ആൻഷ്യന്റ് ഗ്രീക്ക് ഫിലോസഫേഴ്സ്. ഇപ്പൊ നമ്മൾ രണ്ടുപേരെ പരിചയപ്പെട്ടത് ഇന്ത്യൻ ഫിലോസഫേഴ്സ് ആയിരുന്നു. ആൻഡ് ഗ്രീക്ക് ഫിലോസഫേഴ്സും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഡെമോക്രിറ്റസ് ആൻഡ് ലൂസിഫർ എന്ത് ചെയ്തു? സജസ്റ്റ് ചെയ്തു എന്ത്? that if we go on dividing matter, a stage will come when particles obtained cannot be divided further. ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മൾ കുറെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഇനി ഒരു ഡിവിഷൻ പോസിബിൾ അല്ല എന്നുള്ള ഒരു തിങ്കിങ് ആണ് അല്ലെ? സെയിം അല്ലെ? നമ്മുടെ സെയിം കോൺസെപ്റ്റ് ആണ്. ആൻഡ് ഡെമോക്രിറ്റസ് കോൾഡ് ദീസ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് ആസ് എന്ത് പറഞ്ഞടാ? ആറ്റംസ് എന്ന് പറഞ്ഞു. ഓക്കെ, ആക്ച്വലി ആറ്റം എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത് അറ്റോമോസ് എന്ന് പറയുന്ന ഒരു വേർഡ് നിന്നാണ് കേട്ടോ. അറ്റോമോസ് മീൻസ് എന്താ? ഇൻഡിവിസിബിൾ. ഇൻഡിവിസിബിൾ എന്ന് പറയുന്ന ഒരു പേരിൽ നിന്നാണ്, അറ്റോമോസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ആറ്റംസ് എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുള്ളത്. ആൻഡ് ദാറ്റ് മീൻസ് ഇൻഡിവിസിബിൾ.
ഏറ്റവും ചെറുതായി കഴിഞ്ഞു. ഇനി അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇനിയും നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാൻ വേണ്ടി പറ്റില്ല. All this was based on philosophical considerations and not much experimental work to validate these ideas could be done till the 18th century. അപ്പം ഇവരൊക്കെ ആരായിരുന്നടാ? ഫിലോസഫേഴ്സ് ആയിരുന്നു അല്ലേ? നമുക്ക് സയന്റിസ്റ്റൊക്കെ, നമുക്ക് കെമിസ്ട്രി പഠിക്കുന്ന ആൾക്കാർക്ക് ഫിലോസഫി അല്ലല്ലോ വേണ്ടത്, നമുക്ക് എന്ത് വേണടാ? എക്സ്പെരിമെന്റൽ പ്രൂഫ് വേണം അല്ലേ? അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പം, കുറെ നേരം ഇരിക്കുമ്പം അവർക്ക് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. കെമിസ്ട്രിയിൽ എക്സ്പെരിമെന്റേഷൻ ചെയ്തിട്ട് പ്രൂഫ് വേണം. ഇവരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് കുറെ ആലോചിച്ചിട്ട്, ഇവരൊക്കെ ഫിലോസഫേഴ്സ് ആണല്ലോ, ഇവരൊക്കെ ആലോചിച്ചു കുറെ കണ്ടുപിടുത്തങ്ങളൊക്കെ അങ്ങനെ ആവാം, ഇങ്ങനെ ആവാം, ഏറ്റവും ഡിവൈഡ് ചെയ്ത് ഏറ്റവും ചെറിയൊരു ഫൈനസ്റ്റ് ഫോം ആയിട്ട് മാറാം, ആൻഡ് ഇത് കമ്പൈൻ ചെയ്തിട്ട് വലിയൊരു മാറ്റർ ആയിട്ട് മാറാം എന്നൊക്കെ ഇവരിങ്ങനെ ഇരുന്നിട്ട് തിങ്ക് ചെയ്തിട്ട് പറയാണ് കേട്ടോ. ഇവർ ആറ്റത്തിനെ കണ്ടിട്ടില്ല, കാരണം നമുക്ക് കാണാൻ പറ്റുന്ന പാർട്ടിക്കിൾ ആണോ ആറ്റം? നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ ഇവര് പറയാ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടൊരു പാർട്ടിക്കിൾ ഉണ്ടെന്നേ ഇവർക്ക് പറയാൻ പറ്റുള്ളൂ. അവർ ആ പാർട്ടിക്കിളിനെ കണ്ടിട്ടൊന്നുമില്ല, കാരണം നമുക്ക് കാണാൻ പറ്റില്ല, അത്രയും മൈന്യൂട്ട് ആണ് ആറ്റം എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്തു? ഇതൊക്കെ എന്താണ്? ഫിലോസഫേഴ്സിന്റെ തിങ്കിങ്ങിൽ നിന്നും വന്നതാണ് അല്ലെ. ആൻഡ് ഇവർക്ക് എന്തുണ്ടായിരുന്നില്ല? എക്സ്പെരിമെന്റൽ ഐഡിയാസോ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ പ്രൂഫ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആൻഡ് നമ്മള് 18th സെഞ്ചുറി ആയപ്പോ നമ്മുടെ സയന്റിസ്റ്റുകൾ, ഫിലോസഫേഴ്സ് അല്ല, നമ്മളെ സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തു? ഈ കൺസെപ്റ്റിനെ ഒക്കെ എന്ത് ചെയ്തു? എക്സ്പെരിമെന്റ് വഴി എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രൂഫ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, ഇദ്ദേഹത്തിനെ അറിയാവോ? നിങ്ങൾക്ക് അറിയാവോ? ഈ ഫോട്ടോയിൽ കാണുന്ന ആരാ? അന്റോണിയോ ലാവോസിയർ ആണ് കേട്ടോ. അന്റോണിയോ ലാവോസിയർ എന്ന് പറയുന്ന കെമിസ്ട്രിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള ഒരാളാണ് അന്റോണിയോ ലാവോസിയർ. നമുക്ക് ലാവോസിയർ എന്ന് അദ്ദേഹത്തിനെ വിളിക്കാൻ പറ്റും. ഓക്കെ, സോ ഇദ്ദേഹം എന്ന് പറയുന്നത് 18th സെഞ്ചുറിന്റെ അവസാനം സയന്റിസ്റ്റ് എന്ത് ചെയ്തു? റെക്കഗ്നൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആൻഡ് നാച്ചുറലി ബിക്കേം ഇൻട്രസ്റ്റഡ് ഇൻ ഫൈൻഡിങ് ഔട്ട് ഹൗ ആൻഡ് വൈ എലമെന്റ്സ് കമ്പൈൻ ആൻഡ് വാട്ട് ഹാപ്പൻസ് വെൻ ദേ കമ്പൈൻ. ഓക്കെ, അങ്ങനെ 18th സെഞ്ചുറി കഴിഞ്ഞപ്പം ആൾക്കാര് ഇതിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? എക്സ്പെരിമെന്റ്സ് നടത്താൻ തുടങ്ങി അല്ലെ? എക്സ്പെരിമെന്റ്സ് നടത്താൻ തുടങ്ങി. അങ്ങനെ എക്സ്പെരിമെന്റ് നടത്തിയിട്ട് അന്റോണിയോ ലാവോസിയർ എന്ന് പറയുന്ന ഒരാള് എന്ത് ചെയ്തു? കെമിസ്ട്രിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ത് കൊടുത്തടാ? കോൺട്രിബ്യൂഷൻ കൊടുത്തു. എങ്ങനെ? 2 ഇമ്പോർട്ടന്റ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് കൊടുത്തു. 2 പ്രധാനപ്പെട്ട നിയമങ്ങൾ, കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നിയമങ്ങൾ, ദാറ്റ് ഈസ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് കൊടുത്ത ആളാണ് ലാവോസിയർ. ഓക്കെ, ഈ ലാവോസിയറിന്റെ കെമിക്കൽ കോമ്പിനേഷന്റെ നിയമങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോടാ? എന്താ ഈ ഒരു നിയമത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എല്ലാ കെമിക്കൽ റിയാക്ഷൻസും നടക്കുന്നുണ്ടാവുക. ഏതൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാലും ഈ ഒരു 2 നിയമം അത് സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയാണ് ഈ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുക. ഓക്കെ, അപ്പം ആ കെമിക്കൽ റിയാക്ഷനെ ബേസ് ചെയ്തിട്ട് 2 പ്രധാനപ്പെട്ട നിയമം കൊടുത്ത ആളാണ് ആര്? അല്ലെങ്കിൽ ലോസ് കൊടുത്ത ആളാണ് ആര്? അന്റോണിയോ ലാവോസിയർ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ്. നമ്മൾ കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട 2 നിയമങ്ങൾ പഠിക്കാൻ വേണ്ടി പോവാണ്. അതിനകത്ത് ഫസ്റ്റ് വൺ ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ? എന്താടാ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ? അതെ, പ്രൊട്ടക്ട് ചെയ്യുക അല്ലെ? എന്താണ്? മാസിനെ എന്ത് ചെയ്യുക? മാസിനെ പറ്റിയിട്ടുള്ളൊരു ലോ ആണ്. മാസ് എന്താ? ഒരു മാറ്ററിന്റെ മാസ് അല്ലേ? അതിലുള്ള amount of matter അല്ലേ? അതാണ് അതിന്റെ മാസ് അല്ലേ? സോ അതിനെ റിഗാർഡിംഗ് ദാറ്റ് മാസ് a law was proposed by Lavoisier, that is law of conservation of mass. Okay, ഈ law of conservation of mass എന്താണെന്നറിയോ പറയുന്നേട്ടാ? ഒന്നുമില്ല. Law of conservation of mass states that mass can neither be created nor be destroyed in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ അകത്ത് മാസ് ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല, നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഒന്നുമില്ലാടാ, 2 kg ഷുഗർ എടുത്തു, 2 കിലോ ഷുഗർ എടുത്തു.
2 kg ഷുഗർ എടുത്തു. അതിനകത്തേക്ക് ഞാൻ 1 kg സോൾട്ട് എടുത്തു. എന്താ എടുത്തത്? ഞാൻ 2 കിലോ പഞ്ചസാര എടുത്തു, 1 കിലോ ഉപ്പും എടുത്തു. 2 kg ഷുഗറും എടുത്തു, 1 kg സോൾട്ടും എടുത്തു. ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ഞാൻ ഫസ്റ്റ് ഇത് മെഷർ ചെയ്തല്ലേ. 2 kg ആണ് ഷുഗർ ഉള്ളതെന്ന് എനിക്കറിയാം, 1 kg ആണ് സോൾട്ട് ഉള്ളതെന്നും എനിക്കറിയാം. 1 kg അല്ല, 2 kg ഷുഗർ ഉണ്ട്, 1 kg സോൾട്ട് ഉണ്ട് ഞാൻ എടുത്തിട്ടുള്ളതില്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയൂടാ? ഇതിനെ രണ്ടിനെയും മിക്സ് ചെയ്തു. ഓക്കെ, ഈ ഷുഗറിനെയും സോൾട്ടിനെയും ഞാൻ എന്ത് ചെയ്തു? മിക്സ് ചെയ്തു. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു പ്ലസ് സൈൻ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധനം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താടാ കിട്ടുക? എനിക്ക് മൊത്തം എത്ര കിട്ടും? മൊത്തം എത്ര എമൗണ്ട് കിട്ടും? ഈ 2 kg-യും 1 kg-യും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് 3 kg കിട്ടണ്ടേ? 3 kg കിട്ടണ്ടേ? ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ അരിയും ഈ പഞ്ചസാരയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3 kg കിട്ടണം. കാരണം എന്താ? ഞാൻ എടുത്തിരിക്കുന്നത് 2 kg ഷുഗറാ, 1 kg സോൾട്ടാ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3 kg തന്നെ കിട്ടണം അല്ലേ? ഇതിന്റെ ഇടയിൽ നിന്നും, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 kg കിട്ടുവോ? 2 kg കിട്ടുവോ? ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? 1 kg സോൾട്ട് എവിടെ പോയി? 2 kg ഷുഗർ മാത്രമല്ലല്ലോ, 1 kg സോൾട്ടും എടുത്തിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും മിക്സ് ചെയ്ത 2 kg-യും 1 kg-യും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3 kg തന്നെ കിട്ടണം. 2 kg കിട്ടിയാ പോരാ, ഇനി എനിക്ക് 4 kg കിട്ടുകയും ഇല്ല അല്ലെ? എനിക്ക് ഇതിന്റെ മാസ് 4 kg ആയിട്ട് കിട്ടുവോ? ഇല്ല അല്ലെ? കാരണം എന്താ? പുതിയൊരു മാസ് ഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെ? നമ്മുടെ അടുത്ത് ആകെ 2 kg ഷുഗറും 1 kg സോൾട്ടേ ഉള്ളൂ. അപ്പൊ ആ രണ്ടും ഒന്നും കൂടി കൂട്ടിയാൽ 3 kg പാടുള്ളൂ. എനിക്ക് 4 kg കിട്ടാൻ ഒരു വഴിയുമില്ല, ഒരു നിർവാഹവും ഇല്ല, എനിക്കത് കിട്ടുകയും ഇല്ല. ഓക്കെ, അപ്പം 2 kg-യും 1 kg-യും കൂടി എടുത്തു കഴിഞ്ഞാൽ 3 kg മാത്രമേ കിട്ടുള്ളൂ. 4 kg കിട്ടില്ല, 2 kg കിട്ടില്ല, 1 kg കിട്ടില്ല, 3 kg മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന സാധനം. നമ്മൾ ഈ പഞ്ചസാരയും ഉപ്പും വെച്ച് പറഞ്ഞിട്ടുള്ള സെയിം സാധനം ഒരു ലോ ആയിട്ട് എക്സ്പ്രസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? The law states that എന്താ പറയുന്നത്? Mass can neither be created, നമുക്ക് മാസിനെ ഉണ്ടാക്കാനും പറ്റില്ല, ഓൾറെഡി ഉള്ള മാസിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, mass can neither be created nor be destroyed in a chemical reaction. നമുക്കൊരു കെമിക്കൽ റിയാക്ഷനിൽ നമുക്ക് മാസിനെ ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. അപ്പൊ അവിടെ ഉള്ള സാധനത്തിന് നമുക്ക് അങ്ങനെ തന്നെ കിട്ടും അല്ലെ? അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 kg സാധനവും 1 kg സാധനവും കൂടി ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 kg സാധനം കിട്ടും അല്ലെ? 3 kg സാധനം കിട്ടും. ഇവിടെ 4 kg-യും കിട്ടില്ല, 5 kg-യും കിട്ടില്ല, 1 kg-യും കിട്ടില്ല അല്ലെ? ഉണ്ടാക്കുകയില്ല, നശിപ്പിക്കുകയില്ല അല്ലെ? എന്താണോ എടുത്തിരിക്കുന്നത് അത് കിട്ടും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ഈ ലോ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. ഇത് അങ്ങനെ പഠിക്കണം ഈ ലോ. നിങ്ങൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചിട്ടുണ്ടോ? എനർജി കേട്ടിട്ടുണ്ടോ? എന്താ അവിടെ പറയുന്നത്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് അല്ലെ? സോ സെയിം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ അകത്ത് നമുക്ക് മാസിനെ ഉണ്ടാക്കാനും പറ്റില്ല, മാസിനെ നശിപ്പിക്കാനും വേണ്ടി പറ്റില്ല. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എല്ലാവരും മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം, ബൈ ഹാർട്ട് ചെയ്തിരിക്കേണ്ട ലോ ആണ്. ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രപ്പോസ്ഡ് ബൈ ആരാ ഉണ്ടാക്കിയ ലോ? പ്രപ്പോസ്ഡ് ബൈ ലാവോസിയർ. ഓക്കെ, അന്റോണിയോ ലാവോസിയർ അല്ലെ? അപ്പം നമുക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റിനകത്ത് ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു കെമിസ്ട്രി ആണ്, പ്രൂഫ് വേണം. ചുമ്മാ ഫിലോസഫേഴ്സ് പറയുന്ന മാതിരി എന്ത് ചെയ്താൽ പറ്റില്ല, പറഞ്ഞിട്ട് പോയാൽ പറ്റില്ല. നമുക്ക് എക്സ്പെരിമെന്റ്സ് വേണം, അതിന്റെ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് പ്രൂഫ് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ടെക്സ്റ്റിൽ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിനകത്ത് നിങ്ങളുടെ അടുത്ത് പറയാണ് എക്സും വൈയും 2 സെറ്റ് ഓഫ് കെമിക്കൽസ് തന്നിട്ടുണ്ട്. എക്സിനകത്ത് ആരൊക്കെയാ ഉള്ളത്? കോപ്പർ സൾഫേറ്റ് ഉണ്ട് അല്ലെ? കോപ്പർ സൾഫേറ്റിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക?
CuSO4. പഠിക്കണ്ട, ഇപ്പൊ പഠിക്കുന്നില്ലല്ലോ. കോപ്പർ സൾഫേറ്റ്, ബേരിയം ക്ലോറൈഡ്, ദാറ്റ് ഇസ് BaCl2, ലെഡ് നൈട്രേറ്റ് PbNO3. ഇങ്ങനെ നിങ്ങൾ കുറച്ച് കെമിക്കൽസിനെ തന്നിട്ടുണ്ട് അല്ലെ? ഓക്കെ. ആൻഡ് സോഡിയം കാർബണേറ്റ് ഉണ്ട്, സോഡിയം സൾഫേറ്റ് ഉണ്ട്, സോഡിയം ക്ലോറൈഡ് ഉണ്ട്. നിങ്ങൾ കെമിക്കൽ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പം കോപ്പർ സൾഫേറ്റ് ഉണ്ട്, ബേരിയം ക്ലോറൈഡ് ഉണ്ട്, ലെഡ് നൈട്രേറ്റ് ഉണ്ട്, സോഡിയം കാർബണേറ്റ് ഉണ്ട്, സോഡിയം സൾഫേറ്റ് ഉണ്ട്, സോഡിയം ക്ലോറൈഡ് ഉണ്ട്. ഇങ്ങനെ ഇത് X ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസും ഇത് Y ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസും. ആൾക്കാരെ കണ്ടോ നിങ്ങള്? ഇനി നമ്മളോട് പറയാണ് പ്രിപ്പയർ സെപ്പറേറ്റ്ലി നമ്മൾ ഒരു 5% സൊല്യൂഷൻ ഉണ്ടാക്കണം ഇവരുടെ any one pair of substances listed under X and Y, each in 10 ml of water. നമ്മൾ 10 ml വാട്ടറിൽ 5% സൊല്യൂഷൻ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ ടേക്ക് എ ലിറ്റിൽ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ഓഫ് Y, നമ്മളൊരു കോണിക്കൽ ഫ്ലാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺ ഷേപ്പിലുള്ള ഒരു ഫ്ലാസ്കിനെയാണ് കോണിക്കൽ ഫ്ലാസ്ക് എന്ന് പറയുക. നമ്മൾ Y സൊല്യൂഷനെ അതിനകത്തേക്കും നമ്മൾ കുറച്ച് എക്സിനെ നമ്മൾ ഒരു ഇഗ്നീഷൻ ട്യൂബിനകത്തും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇമേജ് ഒരു ഇഗ്നീഷൻ ട്യൂബിനകത്തും നമ്മൾ വെക്കാം. Hang the ignition tube in the flask carefully. See that the solution do not get mixed. Put a cork on the flask. നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മൾ എക്സ് വെച്ചിട്ടും വൈ വെച്ചിട്ടും എക്സ് ഗ്രൂപ്പും വൈ ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സും മീൻസ് കെമിക്കൽസ് നമ്മൾ കയ്യിൽ തന്നു. എന്നിട്ട് നമ്മളോട് അതിനോട് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ വൈ ഗ്രൂപ്പ് കൊണ്ട് ഉണ്ടാക്കിയ സൊല്യൂഷൻ എന്ത് ചെയ്തു? വൈ ഗ്രൂപ്പ് കൊണ്ട് ഉണ്ടാക്കിയ സൊല്യൂഷൻ നമ്മൾ ഈ കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്തു അല്ലെ? ഇതാണ് കോൺ ഷേപ്പ്. ഈ ഒരു ഷേപ്പിലുള്ള ഫ്ലാസ്കിനെയാണ് നമ്മൾ കോണിക്കൽ ഫ്ലാസ്ക് എന്ന് പറയുന്നത് അല്ലെ? നിങ്ങൾ ലാബിൽ കണ്ടിട്ടുണ്ടോ കോണിക്കൽ ഫ്ലാസ്ക്? കണ്ടിട്ടുണ്ടോ? ദാറ്റ് ഈസ് കോണിക്കൽ ഫ്ലാസ്ക്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സൊല്യൂഷനിൽ വൈ എന്ന് പറയുന്ന സൊല്യൂഷനെ നമ്മൾ ഈ ഫ്ലാസ്കിൽ എടുത്തു. ഒരു ഇഗ്നീഷൻ ട്യൂബിന്റെ അകത്ത്, ഇഗ്നീഷൻ ട്യൂബ് ഇതാണ്. ഈ ഇഗ്നീഷൻ ട്യൂബിന്റെ അകത്ത് നമ്മൾ എക്സ് എന്ന് പറയുന്ന സൊല്യൂഷനും എടുത്തു. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മൾ ഒരു കോക്ക് വെച്ചിട്ട് ഇതിനെന്ത് ചെയ്യുന്നത്? അടച്ചു വെക്കാണ് ചെയ്യുന്നത്. വെയ് ദ ഫ്ലാസ്ക് വിത്ത് ഇറ്റ്സ് കണ്ടന്റ്സ് കെയർഫുള്ളി. നമ്മൾ ഫ്ലാസ്കിന്റെ വെയിറ്റ് എടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ കണ്ടന്റ്സ് ഉള്ള ഫ്ലാസ്കിന്റെ വെയിറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ ടിൽറ്റ് ആൻഡ് സോൾവ് ദി ഫ്ലാസ്ക് സോ ദാറ്റ് ദ സൊല്യൂഷൻ എക്സ് ആൻഡ് വൈ ഗെറ്റ് മിക്സ്ഡ്. വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഇതൊന്ന് എന്ത് ചെയ്യുക? മൂവ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് എക്സ് ആൻഡ് വൈ എന്ത് ചെയ്യിപ്പിക്കുക? മിക്സ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യുക അല്ലെ? എന്തെങ്കിലും വ്യത്യാസം വരുവാടാ? എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല അല്ലെ? എന്താ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ? എന്താണ്? മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഉണ്ടാവുകയില്ല, പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുകയും ചെയ്യുന്നില്ല, എന്ത് ചെയ്യുന്നില്ല? നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല, ഉണ്ടാക്കാനും വേണ്ടി പറ്റില്ല അല്ലെ? അപ്പം സെയിം ആയിരിക്കും അല്ലെ? ഓക്കെ, അത് ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കുറച്ച് ടാസ്ക് തന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് ലോ ആണ് ലാവോസിയർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ലോ ആണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും നെക്സ്റ്റ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ഓക്കെ, ഇതിനകത്ത് in a compound such as water, the ratio of the mass of hydrogen to the mass of oxygen is always 1:8, whatever the source of water. എന്താ പറയുന്നത്? മനസ്സിലായോ എന്താ പറഞ്ഞതെന്ന്? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മള് വെള്ളം എടുക്കുകയാണ്. വെള്ളം നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും? വാട്ടറിന്റെ സോഴ്സ് ഓഫ് വാട്ടർ എവിടെയൊക്കെ കിട്ടും? കിണറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും അല്ലെ? കിണറിന്ന് എടുക്കാൻ പറ്റും. പിന്നെ വെള്ളം എവിടെയുണ്ട്? പുഴയിലുണ്ടാവും, തോടുകളിലുണ്ടാവും, കടൽ ജലം ഉണ്ടാവും. അങ്ങനെ വെള്ളം നമുക്ക് പല സ്ഥലത്തു നിന്നും H2O എന്നാണ് വാട്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന, അറിയാലോ മക്കളെ? H2O എന്ന് പറഞ്ഞാൽ എന്താ? 2 ഹൈഡ്രജനും ഉണ്ട്, ഒരു ഓക്സിജനും ഉണ്ട് അല്ലെ? അതാണ് എന്ത്? H2O എന്ന് നമ്മൾ വെള്ളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന. വാട്ടറിന്റെ റെപ്രസെന്റേഷൻ എന്താ? H2O എന്നാണ് നമ്മൾ കെമിക്കലി എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ ഈ H2Oനെ നമ്മൾ എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും, ഏത് സോഴ്സിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും
ratio of mass of hydrogen to the mass of oxygen is always 1:8 എന്നാ പറയുന്നത്. ഓക്കെ, നമ്മള് ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട് അല്ലെ, വാട്ടറിന്റെ അകത്ത് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. നമ്മൾ ഏത് സോഴ്സിൽ നിന്ന് വെള്ളം എടുത്തു കഴിഞ്ഞാലും ഈ H2O എന്താണ് ഇവര് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് that will always be എത്രയായിരിക്കും 1:8 എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ തന്നതാണ്. സോ മക്കളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഹൈഡ്രജന്റെ വെയിറ്റ് കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മളത് പറയും കേട്ടോ, നമ്മളത് പറഞ്ഞു തരും. നമ്മളിത് മാസ്, ഹൈഡ്രജന്റെ മാസ് നമ്മള് എത്രയാണെന്നറിയോടാ പറയാ, നമ്മൾ H2O അല്ലേടാ വാട്ടർ, ഇതിനകത്ത് ഹൈഡ്രജന്റെ മാസ് വരിക 1. ഓക്കെ, ഹൈഡ്രജന്റെ മാസ് എത്രയാ വരിക 1 വരിക. ആൻഡ് ഓക്സിജന്റെ മാസ് വരിക എത്രയാണെന്നറിയോടാ 16. ഓക്സിജൻ 16 ആണ് കേട്ടോ. അപ്പം ഓക്സിജൻ 16ഉം ഹൈഡ്രജൻ 1ഉം ആണ്. നോക്കൂ എത്ര ഹൈഡ്രജൻ ഉണ്ടടാ, എത്ര ഹൈഡ്രജനാ ഉള്ളത്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. അപ്പം H2O എന്ന് പറയുന്നത് അപ്പൊ 2 ഹൈഡ്രജൻ, ഇത് ഒരു ഹൈഡ്രജൻ ആണെങ്കിൽ 1 ഗ്രാം ആയിരിക്കും. ആൻഡ് 2 ഹൈഡ്രജൻ ഉണ്ട് എത്രയായിരിക്കും ഇടാം 2 അല്ലേ വരിക, ഒരെണ്ണത്തിന് 1, അപ്പൊ 2 എണ്ണം ഉണ്ടെങ്കിൽ 2 അല്ലേ. ഓക്സിജൻ 2 എണ്ണം ഉണ്ടോ, ഇല്ല അല്ലെ, ഒരൊറ്റ ഓക്സിജനെ H2Oയിലുള്ളൂ അല്ലെ. സോ എന്താണ് ഓക്സിജന്റെ 16. അപ്പം എത്രയാ മാസിന്റെ റേഷ്യോ വരുന്നത് 2:16 അല്ലെ. 2:16. നമ്മൾ എപ്പോഴും റേഷ്യോ എഴുതുമ്പോൾ അതിന്റെ സ്മോളസ്റ്റ് ഫോമിലല്ലേ എഴുതുന്നത്, സ്മോളസ്റ്റ് ഫോമിലല്ലേടാ എഴുതുന്നത്. അപ്പം 2:16 എന്നുള്ളത് നമുക്ക് എന്താക്കി മാറ്റാം 1:8 എന്ന് മാറ്റി എഴുതാൻ പറ്റും അല്ലെ. 2:16ഉം 1:8ഉം സെയിം അല്ലേടാ, നിങ്ങൾ പഠിക്കുന്നതല്ലേ എന്താ പ്രപ്പോർഷൻസ് ഒക്കെ. എന്താ ചെയ്തത് ഞാൻ ശരിക്കും പറഞ്ഞാൽ 2:16 1:8 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്, ഞാൻ 2 സൈഡിൽ എന്ത് ചെയ്തു, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള നമ്പർ ദാറ്റ് ഈസ് 2 അല്ലെ. 2ലും 2ലും 16ലും കോമൺ ആയിട്ടുള്ള നമ്പർ ആണ് 2. ഞാൻ 2 സൈഡിലും എന്ത് ചെയ്തു 2 വെച്ച് ഡിവൈഡ് ചെയ്തു അല്ലെ. അപ്പം 2/2 എനിക്ക് 1 കിട്ടി, 16/2 എനിക്ക് 8 കിട്ടി. അപ്പം ഹൈഡ്രജൻ is to oxygen in H2O. In H2O ഹൈഡ്രജനും ഓക്സിജനും ഏത് റേഷ്യോയിലാണുള്ള 1:8 അല്ലേ, 1:8 റേഷ്യോയില. കിട്ടിയോടാ, കിട്ടിയോ? സോ H2O എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് സോഴ്സിൽ നിന്ന് നമ്മൾ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റേഷ്യോ വരിക, ഹൈഡ്രജനും ഓക്സിജനും എപ്പോഴും ഏത് റേഷ്യോയിലാടാ വരിക 1:8. നമ്മൾ ഏത് സോഴ്സിൽ നിന്ന് വെള്ളം എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെയാണ് എന്ത് വരികടാ അതിന്റെ റേഷ്യോ വരിക. വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. സിമിലർലി ഇൻ അമോണിയനെ നമ്മൾ NH3 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. ഒരു നൈട്രജനും N അല്ലെ, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കണ്ട, ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കെമിസ്ട്രിയിൽ നമ്മളിതിനെ NH3 എന്ന് എഴുതാം. എന്താ എഴുതുക NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയ. നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയ എന്ന് ഇങ്ങനെ എഴുതണ്ടേടാ, അമോണിയ എന്ന് ഇങ്ങനെ എന്താ വിസ്താരത്തിൽ എഴുതണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും കെമിസ്ട്രിക്കാര്, നമ്മൾ എപ്പോഴും എളുപ്പ വഴി നോക്കും അല്ലെ. നമ്മൾ NH3 എന്ന് അങ്ങ് എഴുതും. NH3 എന്ന് എഴുതി കഴിഞ്ഞാൽ അമോണിയ എന്നാ വായിക്കുക. അപ്പൊ അമോണിയ എന്ന് എഴുതണ്ടല്ലോ, NH3 എന്ന് എഴുതിയാൽ മതിയല്ലോ. സോ ആ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ അമോണിയനെ NH3 ഈ ഇങ്ങനെ എഴുതുന്നതിന് വേറെയും കുറെ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അത് പഠിക്കും. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ് ഇതിലെല്ലാം മനസ്സിലാവും അല്ലെ. അമോണിയന്റെ അകത്ത് എത്ര നൈട്രജൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അമോണിയ എന്ന് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര നൈട്രജൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുമോ, ഇല്ല അല്ലെ. അപ്പം NH3 എന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എത്ര നൈട്രജൻ ഉണ്ട് അമോണിയയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, എത്ര ഹൈഡ്രജൻ ഉണ്ട് അമോണിയയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കുറച്ചും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് എത്ര മാസ് ഉണ്ടെന്ന്. നിങ്ങൾക്ക് ഇതിന്റെ മാസ് എന്ത് ചെയ്യാൻ പറ്റും, ഓരോന്നിന്റെ ഓക്സിജന്റെ ലൈക്ക് ഹൈഡ്രജന്റെ നൈട്രജന്റെ മാസിന്റെ കോമ്പിനേഷൻ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അമോണിയ എന്ന് എഴുതുന്നതിന് പകരം NH3 എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ്. ഓക്കെ, സിമിലർലി അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NH3. നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ആർ ഓൾവേസ് പ്രസന്റ് ഇൻ ദ റേഷ്യോ 14:3 by mass.
whatever the method or the source from which it is obtained. നമ്മൾ എവിടുന്ന് എങ്ങനെ അമോണിയ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചോ. നമ്മൾ എങ്ങനെ ഉണ്ടായി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമുക്ക് എവിടുന്ന് കിട്ടിക്കഴിഞ്ഞാലും അമോണിയ ആണോ അത് എടുക്കുന്ന സാധനം അമോണിയ ആണെങ്കിൽ എപ്പോഴും നൈട്രജനും ഹൈഡ്രജനും മാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 14:3 എന്ന് പറയുന്ന മാസിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതും ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കുറച്ചും കൂടി എത്തുമ്പോൾ നിങ്ങൾ പിന്നെ ഇത് എന്ത് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അമോണിയ ഞാൻ പറഞ്ഞില്ലേടാ NH3 ആന്ന്. NH3 ആന്ന് പറഞ്ഞില്ലേ. ഹൈഡ്രജന്റെ മാസ് എത്രയാ നമ്മൾ പറഞ്ഞത്? ഹൈഡ്രജൻ എത്രയാ പറഞ്ഞത്? 1 ആയിരുന്നു അല്ലെ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് എപ്പോഴും 1 ആണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട് അതിനകത്ത്? 3 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. അപ്പം ഒരെണ്ണത്തിന് 1 ആണെങ്കിൽ, ഒരു ഹൈഡ്രജന് 1 ആണെങ്കിൽ 3 ഹൈഡ്രജൻ ഇല്ലേ? 3 ഹൈഡ്രജൻ ഇല്ലേ? NH3 ആണ് അല്ലെ. NH3 ആണ്, 3 ഹൈഡ്രജൻ ഉണ്ട്. സോ എത്ര വരും? ഒരെണ്ണത്തിന് 1 ആണെങ്കിൽ 3 എണ്ണത്തിന് എന്താവും? 3 ആവും അല്ലെ. 3 ആവും. ആൻഡ് ഓൾസോ നൈട്രജന്റെ മാസ് എന്ന് പറയുന്നത് 14 ആണ്. 14 ആണ്. ആൻഡ് എത്ര നൈട്രജൻ ഉണ്ടടാ NH3-ല്? N1 ആണ് അല്ലെ. നമ്മൾ 1 ആയതുകൊണ്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ N ഒരെണ്ണാന്നത് കാണുമ്പോഴേ മനസ്സിലാവും. 2 എണ്ണാണ് നമ്മൾ 2 ഇടും അല്ലെ. അപ്പൊ ഇവിടെ 2 ഇട്ടിട്ടില്ല. അപ്പൊ എത്ര നൈട്രജനാ ഉള്ളത്? 1 നൈട്രജനാ ഉള്ളത്. സോ എന്താണ്? 14 ആണ് അല്ലെ. ഇവര് നൈട്രജൻ 14 ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. സോ 14:3 ആണ്. നമ്മൾ എവിടെ നിന്ന് അമോണിയ ഉണ്ടാക്കി കഴിഞ്ഞാലും അല്ലെ, നമ്മൾ എവിടെ പോയിട്ട് അമോണിയ എടുത്തു കഴിഞ്ഞാലും NH3 എടുത്തു കഴിഞ്ഞാൽ, NH3 മീൻസ് അമോണിയ അല്ലെ, അമോണിയ എടുത്തു കഴിഞ്ഞാലും എന്ത് കോമ്പിനേഷൻ ആയിരിക്കും, എന്തായിരിക്കും അതിന്റെ റേഷ്യോ വരുന്നുണ്ടാവുക? ദാറ്റ് വിൽ ബി 14:3. അത് തന്നെയാണ് എന്ത് പറയുന്നത്? ആ ലോ പറയുന്നത്. ദാറ്റ് ഇസ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. നമ്മൾ എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഫിക്സഡ് ആയിട്ടുള്ള സാധനത്തിന്റെ മാസ് ഫിക്സഡ് മാസ് ആയിട്ട് വരും. ഓക്കെ, ദിസ് ലോ വാസ് സ്റ്റേറ്റഡ് ബൈ ആരാ? Proust. As in a chemical substance, the elements are always present in definite proportion by mass. ആരാ? എന്താ പറയുന്നത്? This law was stated by Proust as in a chemical substance, the elements are always present in definite proportion by mass. എപ്പോഴും മാസില് നമ്മൾ ഏതെടുത്തു കഴിഞ്ഞാലും, ഏതൊരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാലും അവരുടെ ഓൾവേസ് പ്രസന്റ് ഇൻ ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ബൈ മാസ്. നമ്മള് H2O എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ റേഷ്യോ നമ്മൾ എന്താ പറഞ്ഞിടാ? 1:8 അല്ലെ. H2O നമ്മൾ പറഞ്ഞില്ലേ 1:8. വാട്ടർ നമ്മൾ എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും 1:8 ആണ് വരിക. ആൻഡ് ഓൾസോ നമ്മൾ അമോണിയ അല്ലെങ്കിൽ NH3 എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് നമ്മൾ പറഞ്ഞത്? ദാറ്റ് ഈസ് 14:3 അല്ലെ. നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഇൻ എ കെമിക്കൽ സബ്സ്റ്റൻസ് ദ എലമെന്റ്സ് ആർ ഓൾവേസ് പ്രസന്റ് ഇൻ ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ബൈ മാസ്. ഇത് മാസിന്റെ ഓർഡറിലുള്ള, മാസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റേഷ്യോ ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. നമ്മൾ വാട്ടർ എവിടെ നിന്ന് എടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും അല്ലെങ്കിൽ എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും എവിടെ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാലും H2O നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ 1:8 ബൈ മാസ് ആയിരിക്കും. ആൻഡ് NH3 നമ്മൾ എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മുടെ NH3ന്റെ മാസ് 14:3 എന്ന് പറയുന്ന കോമ്പിനേഷനിലായിരിക്കും. ഓക്കെ, എന്നെ റിയാക്ഷൻ നിങ്ങളടുത്ത് ഒരു ക്വസ്റ്റ്യൻ തരാണ്. നമ്മളൊരു റിയാക്ഷൻ്റെ അകത്ത് 5.3 gram ഓഫ് സോഡിയം കാർബണേറ്റ് റിയാക്റ്റഡ് വിത്ത് 6 gram ഓഫ് അസിറ്റിക് ആസിഡ്. 5.3 gram ഓഫ് സോഡിയം കാർബണേറ്റ് reacted with 6 gram of acetic acid. The products were 2.2 gram of carbon dioxide, 0.9 gram water and 8.2 gram of sodium acetate. Show that these observations are in agreement with the law of conservation of mass. നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് ഒരു റിയാക്ഷന്റെ കുറച്ച് നമ്മൾ എടുത്തിരിക്കുന്ന എമൗണ്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എത്ര എടുത്തിട്ടുള്ളത്? 5.3 gram ഓഫ് സോഡിയം കാർബണേറ്റ് എടുത്തിട്ടുണ്ട്. അത് 6 gram അസിറ്റിക് ആസിഡുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിക്കാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2.2 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നുണ്ട്, 0.9 gram വാട്ടർ കിട്ടുന്നുണ്ട്, 8.2 gram ഓഫ് സോഡിയം അസിറ്റേറ്റും കിട്ടുന്നുണ്ട്. ഈ ഒരു വാല്യൂ വെച്ചിട്ട് അവരെ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അവർക്ക് എന്തൊക്കെയോ കിട്ടിയെന്ന് അവർ പറഞ്ഞുതരാം.
ഈ ഒരു വാല്യൂ വെച്ചിട്ട് ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരമാണ് ഈ അവർക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്? മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അതായത് 2 കിലോ പഞ്ചസാരയും 1 കിലോ പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 കിലോ തന്നെ കിട്ടണം എന്നല്ലേ? അതല്ലേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. സോ ഇവരുടെ റിയാക്ഷൻ എന്താ? നമ്മള് 5.3 ഗ്രാം ഓഫ് സോഡിയം കാർബണേറ്റ് 5.3 ഗ്രാം എടുത്തല്ലേ? 5.3 ഗ്രാം സോഡിയം കാർബണേറ്റ് എടുത്തു. ആൻഡ് പിന്നെ എന്താ എടുത്തത്? 6 ഗ്രാം ഓഫ് അസറ്റിക് ആസിഡ് 6 ഗ്രാം ഓഫ് അസറ്റിക് ആസിഡ് എടുത്തു. എന്നിട്ട് എന്താ പ്രോഡക്റ്റ് കിട്ടിയത്? ദി പ്രോഡക്ട്സ് വേർ 2.2 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എത്ര കിട്ടിയത്? ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നുണ്ട്. ആൻഡ് വാട്ടർ എത്രയാ കിട്ടുന്നത്? 0.9 ഗ്രാം ഓഫ് വാട്ടറും കിട്ടുന്നുണ്ട് അല്ലെ? സോ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമുക്കിവിടെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താ പറയുന്നത്? മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അതായത് നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇവിടെ നടത്തിയിട്ട് നമുക്ക് കിട്ടുന്ന മാസിനെ നമ്മൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഉള്ള മാസിനെ നമ്മൾ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. നമ്മൾ 2 കിലോ പഞ്ചസാരയും 1 കിലോ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് 3 കിലോ തന്നെയാണ് കിട്ടുന്നത് എന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്ന റിയാക്ടൻ സൈഡ് അല്ലെങ്കിൽ നമ്മളിപ്പോ LHS RHS ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ LHSലുള്ളത് 5.3 ഗ്രാം ഓഫ് സോഡിയം കാർബണേറ്റും 6 ഗ്രാം ഓഫ് അസറ്റിക് ആസിഡും അല്ലെ? 6 ഗ്രാമിനെ നമ്മൾ 6.0 എന്ന് എഴുതിയിട്ട് 6 ഗ്രാം കൂടെ റിയാക്ട് ചെയ്തിട്ട് നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടും. ആൻഡ് ആ പ്രോഡക്ട്സ് ആണ് നമ്മൾ RHSലെ മാസായിട്ട് എടുത്ത് എഴുതാൻ പോകുന്നത്. ഓക്കെ, RHSൽ എന്താ കിട്ടിയിരിക്കുന്നത്? 8.2 ഗ്രാം ഓഫ് സോഡിയം അസറ്റേറ്റ് അല്ലെ? That is 8.2 gram of sodium acetate plus carbon dioxide കിട്ടുന്നുണ്ട് അല്ലെ? എത്രയാ കിട്ടുന്നത്? That is 2.2 gram of carbon dioxide കിട്ടുന്നുണ്ട്. And വാട്ടറും കിട്ടുന്നുണ്ട്. That is 0.9 gram of വാട്ടറും നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ? അപ്പം എന്താ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ മാസ് ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ മാസിനെ ഡിസ്ട്രോയ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലെ? സോ LHS സൈഡിലുള്ളത് നമ്മൾ നോക്കിയേ, ഗ്രാമും തന്നെ കൂട്ടുമ്പോൾ, അതായത് ചക്കയും കൂടി കൂട്ടുമ്പോൾ ചക്ക തന്നെയല്ലേ കിട്ടുക, മാങ്ങ കിട്ടില്ലല്ലോ. അപ്പൊ ഗ്രാമും കൂടി കൂട്ടിയ കിലോഗ്രാമും അല്ലെങ്കിൽ മില്ലിഗ്രാം ഒന്നും അല്ല, ഗ്രാമും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രാമിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ആൻഡ് 3 + ഇവിടെ 0.0 അല്ലേ? ദാറ്റ് ഇസ് 0.3. 6 + 5 എത്രയാടാ? 11. അപ്പൊ അത് LHSൽ നമുക്ക് 11.3 ഗ്രാം എന്ന് കിട്ടി. RHSലോ ഗ്രാമുകൾ കുറെ ഉണ്ട്, എല്ലാം ഗ്രാം തന്നെയാണ്. അപ്പൊ ഗ്രാം കിട്ടി. 9 + 2 11 + 2 3 അല്ലേ? 13 വരും, അപ്പൊ 3 വരും. പിന്നെ 1ഉം 8 + 2 10 + 1 11.3. അപ്പൊ നമ്മള് 11.3 ഗ്രാം ഓഫ് നമ്മൾ ഒരു സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് കിട്ടി. കിട്ടിയ പ്രോഡക്ട്സിന്റെ മാസ് എത്രയാടാ? 11.3 തന്നെയാ. അപ്പൊ നമ്മള് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരമാണ് ഈ റിയാക്ഷൻ നടന്നിട്ടുള്ളതെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കാരണം ആ 2 റിയാക്ടൻസ് കൂടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഡക്ട്സ് ഉണ്ടായപ്പം മാസ് ഉണ്ടായതുമില്ല, നമ്മൾ ഡിസ്ട്രോയ് ചെയ്തതുമില്ല. രണ്ടും 11.2 ഗ്രാം തന്നെയായിരുന്നു അല്ലെ? റിയാക്ട് ചെയ്തതും നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റും സെയിം മാസ് ആണ്. ഇൻ ബിറ്റ്വീൻ അത് നമ്മുടെ മാസ് എവിടേക്ക് ഓടിപ്പോയിട്ടൊന്നുമില്ല അല്ലെ? അവിടെ തന്നെ ഉണ്ട്. നമുക്ക് പുതിയ മാസ് ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല. ഓക്കെ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ഇൻ ദ റേഷ്യോ ഓഫ് 1:8 ബൈ മാസ് ടു ഫോം വാട്ടർ. അത് നമുക്ക് അറിയുന്നതാണല്ലോ. ഹൈഡ്രജനും ഓക്സിജനും 1:8 റേഷ്യോയിലാണ് വാട്ടർ ഉണ്ടാവുന്നതെന്ന് അല്ലെ? നമ്മൾ പഠിച്ചതല്ലേ ഇപ്പം. വാട്ട് മാസ് ഓഫ് ഓക്സിജൻ gas would be required to react completely with a 3 gram of hydrogen gas. Okay, ഇതാണ് ചോദ്യം. സോ ഹൈഡ്രജനും ഓക്സിജനും 1:8 റേഷ്യോയിലാണ് വാട്ടർ ഫോം ചെയ്യുന്നത് അല്ലെ? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ഇൻ ദ റേഷ്യോ ഓഫ് 1:8 ബൈ മാസ് ടു ഫോം വാട്ടർ. അപ്പം H2O ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ ഈസ് ടു ഓക്സിജൻ എന്ന് പറയുന്നത് ഏതാ റേഷ്യോ എടാ? 1:8 എത്രയാ പറഞ്ഞ? 8 അല്ലെ? 1:8.
So what mass of oxygen gas would be required to react completely with a 3 gram of hydrogen gas? അപ്പൊ നമുക്ക് 3 gram of hydrogen വേണം എന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് എത്ര gram of oxygen വേണമെന്ന് പറയണം. ഒന്നിന് 8 gram വേണമെങ്കിൽ മൂന്നിന് എത്ര വേണേടാ? 24 വേണം അല്ലേ? 24 gram വേണം അല്ലേ? കാരണം എന്താ? ഒരു ഗ്രാമിന് റിയാക്ട് ചെയ്യാൻ 8 gram വേണം. അപ്പൊ 3 ഗ്രാമിന് റിയാക്ട് ചെയ്യാൻ എത്ര വേണേടാ? 24 gram വേണം അല്ലേ? സോ ദാറ്റ് ഈസ് ദ ആൻസർ. സോ ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ഈ സ്ലൈഡിൽ പഠിച്ചത്? ഈ സെഷനിൽ എന്തൊക്കെയാ പഠിച്ചത്? മെയിൻ ആയിട്ട് പഠിച്ചത് എന്താ പഠിച്ചത്? 2 ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ്. ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും അല്ലേ? ലോ ഓഫ് ഫിക്സഡ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് എന്താ? മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ അല്ലേ? അതിന് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ കണ്ടു. പിന്നെ എന്താ പഠിച്ചത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കഴിഞ്ഞാൽ പിന്നെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ദാറ്റ് ഈസ് ഇൻ എ കെമിക്കൽ സബ്സ്റ്റൻസ്. ഇൻ എ കെമിക്കൽ സബ്സ്റ്റൻസ് the elements are always present in definite proportion by mass. ഓക്കെ, നമ്മളൊരു കെമിക്കൽ സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള എലമെന്റ്സ് എപ്പോഴും എന്തായിരിക്കും? ഒരു മാസിന്റെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു പ്രപ്പോർഷൻ അവർ മെയിൻറ്റെയിൻ ചെയ്യും അല്ലെ? നമ്മൾ എന്താ എക്സാമ്പിൾ പഠിച്ചത്? H2O എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് H2O എടുത്തു കഴിഞ്ഞാലും 1:8 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ എവിടെ നിന്ന് അമോണിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് NH3 ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും എന്തായിരിക്കും അതിന്റെ റേഷ്യോ? ദാറ്റ് ഈസ് 14:3 ആയിരിക്കും അല്ലെ? സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഇൻട്രഡക്ടറി പോർഷൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഇനി നമുക്ക് എന്താണ് നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടാവും അല്ലെ? അമോണിയ എന്താ NH3 എഴുതിയത്, വാട്ടർ എന്താ H2O എഴുതിയത്, ഇതൊക്കെ തന്നെ കെമിക്കൽ റെപ്രസെന്റേഷൻ ആണ് അല്ലെ? നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ പറയാണ്. സോ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്, എന്തിന്റെ ബേസിലാണ്, അല്ലെങ്കിൽ ആര് പറയുന്ന ഒരാൾ പറഞ്ഞു തരണ്ടേ നമുക്കിത് വാട്ടറിനെ H2O ആണെന്ന് എഴുതേണ്ടത് എന്നൊരാൾ പറഞ്ഞു തരണ്ടേ? അതാരാണ്? അതെന്തിനാണ് നമുക്ക് അങ്ങനെ പറഞ്ഞു തരുന്നത്? എന്തിനാണ് നമ്മൾ ഏത് ലോ വെച്ചിട്ടാണ് ഇതൊക്കെ എഴുതുന്നത്? ഇതൊക്കെയാണ് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ.